1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. 95 വർഷം പഴക്കമുള്ള നിലമ്പൂർ തേക്ക് തടികളുടെ ലേലം നാളെ. വനം വകുപ്പ് നടത്തിയ ക്ലാസ് തരം തിരിക്കലിനെതിരെ വ്യാപാരികൾ രംഗത്ത്. ലേലത്തിൽ റെക്കോർഡ് വരുമാനം പ്രതീക്ഷിച്ച് വനം വകുപ്പ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1930-ൽ പ്ലാന്റ് ചെയ്ത നെല്ലിക്കുത്ത് തേക്ക് പ്ലാന്റേഷനിലെ തേക്കുതടികളാണ് വനം വകുപ്പിന്റെ നിലമ്പൂർ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിൽ ജനുവരി 30-നും ഫെബ്രുവരി 3-നും ലേലത്തിന് വെക്കുക. 318 ഘനമീറ്റർ തേക്കുതടികളിൽ 7 ഘനമീറ്റർ കയറ്റുമതി ഇനത്തിൽപ്പെട്ടവയാണ്. 1930 നെല്ലിക്കുത്ത് തേക്ക് പ്ലാന്റേഷനിലെ ഉണങ്ങിയതും കാറ്റിൽ വീണതുമായ തടികളാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത്. തേക്ക് തടികളുടെ ഗുണനിലവാരം നോക്കിയാണ് ക്ലാസുകൾ തിരിക്കുക. സി ക്ലാസിൽ വെക്കേണ്ട പല തടികളും ബി ക്ലാസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശാസ്ത്രീയമായി ക്ലാസ് നിർണയം നടത്തിയാൽ ഉയർന്ന വില ലഭിക്കും. റേഞ്ചിൽ നിന്നു തന്നെ ക്ലാസ് തിരിക്കുന്നതിനാൽ ഡിപ്പോയിലെത്തിയ ശേഷമുള്ള ക്ലാസ് തിരിക്കൽ അപ്രയോഗികമാകും. നിലവിൽ വനം വകുപ്പ് ഡിപ്പോകളിൽ ഈ ലേലമാണ് നടന്നുവരുന്നത്. സംസ്ഥാനത്തെ വനം വകുപ്പിന്റെ അംഗീകൃത വ്യാപാരികൾക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പങ്കെടുക്കും. മുൻപ് വ്യാപാരികൾ തമ്മിൽ ലേലങ്ങളിൽ രഹസ്യധാരണ ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഓപ്പൺ ലേലം മാറ്റി ഈ ലേലമാക്കി മാറ്റിയത്. 1930 TP നെല്ലിക്കുത്ത് പ്ലാന്റേഷനിൽ നിന്ന് വന്ന തേക്ക് തടികളാണ് നമ്മളിപ്പോൾ ലേലത്തിനായിട്ട് സജ്ജമാക്കിയിട്ടുള്ളത്. ഏകദേശം 95 വർഷത്തോളം പഴക്കമുള്ള തേക്ക് തടികളാണുള്ള. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അന്നത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ചാത്തുമേനോന്റെ കീഴിൽ നട്ടുപിടിപ്പിച്ച പ്ലാന്റേഷനാണ്. നിലമ്പൂർ ഏരിയയിൽ പല ഭാഗത്തും നിലമ്പൂർ തേക്കിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കിക്കൊണ്ട് ഈ ചാത്തുമേനോന്റെ കീഴിൽ പ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു പ്ലാന്റേഷനിൽപ്പെട്ട തടികളാണ് ഇതെല്ലാം. ഏകദേശം 312 ക്യൂബിക് മീറ്ററോളം തടികളാണ് വന്നിട്ടുള്ളത്. നല്ല ഗോൾഡൻ കളർ, നിലമ്പൂർ തേക്കിൻ്റെ പ്രത്യേകത തന്നെ ഗോൾഡൻ കളറാണ്. അതിലേറ്റവും മെച്ചമുള്ള ഗോൾഡൻ കളറുള്ള തേക്ക് തടികളാണ് ഈ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2 ലേലത്തിലായിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 30-ാം തീയതി ജനുവരി 30-നാണ് ഫസ്റ്റ് ലേലം വരുന്നത്. അതിൽ ഏകദേശം 120ഓളം ക്യൂബിക് മീറ്റർ തടികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തേക്കിൻ്റെ ബി എക്സ്പോർട്ട് ക്വാളിറ്റി, അതുപോലെ തന്നെ B1, B2, B3 എന്നീ ക്ലാസ്സിലും, അതുപോലെ തന്നെ സി എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളതും C1, C2, C3 എന്നീ ക്ലാസ്സിലുള്ള തടികളുമാണ് നമ്മൾ ഫസ്റ്റ് ലേലം 30-ാം തീയതി വെച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം 3-ാം തീയതി നടക്കുന്ന ലേലത്തിലും ഫെബ്രുവരി 3-ന് നടക്കുന്ന ലേലത്തിലും നമ്മൾ ഏകദേശം 100ഓളം ക്യൂബിക് മീറ്റർ വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ബി എക്സ്പോർട്ട്, സി എക്സ്പോർട്ട് മുതലായ എല്ലാ ക്ലാസ്സിലുള്ള തടികളും അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിപ്പോയിലെത്തിയ തേക്ക് തടികളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തിയവരാണ് ഈ ലേലത്തിൽ പങ്കെടുക്കുക. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ലേലത്തിലൂടെ 10 കോടി രൂപയുടെ വരുമാനമാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.